3 മുട്ട കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരം പറഞ്ഞു തരട്ടെ. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 3 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാളയുടെ അളവ് കൂട്ടിയാലൊന്നും കുഴപ്പമില്ല. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കം കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഫോക്കോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്കോ ഉപയോഗിക്കാവുന്നതാണ്. നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ മുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഇത് സാധാരണ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്നുണ്ടാക്കിയെടുക്കാനാണ് പോകുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കൂട്ട് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കാം. ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് ആ ഒരു ഭാഗം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തെടുത്തിട്ടില്ല. ഇതുപോലെ ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ടൊരു കൂട്ട് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് 1/2 കപ്പ് കടലപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഒരല്പം തിക്കായിട്ടുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. കടലപ്പൊടി മാത്രം ഉപയോഗിച്ചും ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മൈദയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് വരുമ്പോൾ ഇത് പലഹാരം ഉണ്ടായി വരുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. ഏകദേശം 1/4 കപ്പോളം വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു രീതിക്കാണ് കൂട്ട് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുന്നുണ്ട്. വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ. നമ്മളുടെ കൂട്ടിവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു ഓംലെറ്റിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോൾ ഈ ഒരു രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞു സ്ക്വയർ ഷേപ്പിലേക്കാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നല്ലപോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ നല്ലപോലെ ചൂടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ് വേണ്ടത്. ശരിക്കും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരമല്ലേ ഇത്. 3 മുട്ടയുണ്ടെങ്കിൽ നമുക്ക് പാത്രം നിറച്ചും പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ മീഡിയം ഫ്ലെയിമിൽ 2 ഭാഗവും നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴായാലും ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത്, നോമ്പ് തുറക്കായാലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടമാകും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.